ഒന്നല്ല രണ്ടല്ല മൂന്നല്ല 8 ബൈക്കാണ് ഞാൻ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വീണ്ടും ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഇന്ന് എൻ്റെ കൈവശമുള്ളത് കുറച്ച് ബ്രാൻഡഡ് ആയിട്ടുള്ള മോട്ടോർ സൈക്കിളുകളുടെ സ്കെയിൽ മോഡൽസാണ് ഇപ്പോൾ കയ്യിലുള്ളത്. ഇനി അതെല്ലാം ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇനി പരിചയപ്പെടാം. അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഹോണ്ടയുടെ മോട്ടോ GP റെപ്സോൾ എഡിഷനാണ്. ട്രാക്ക് മോഡലാണ്. അത് 1:80 സ്കെയിൽ മോഡലിലുള്ളതാണ്. കൂട്ടത്തിൽ ഏറ്റവും ചെറുതും ഇവൻ തന്നെയാണ്. അടുത്തതായി അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഹോണ്ട CBRന്റെ 1000 RR എന്ന മോഡലാണ്. ബ്ലൂ കളറാണ്. 1:12 എന്ന സ്കെയിൽ മോഡലാണ്. ഇതും പക്ക റിയലിസ്റ്റിക് ആണ്. അടുത്തത് ഞാൻ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് സുസുക്കിയുടെ ഹയബുസ എന്ന മോഡലാണ്. സിൽവർ കളറാണ്. ഇതും 1:12 എന്ന സ്കെയിൽ മോഡലാണ്. സുസുക്കിയുടെ തന്നെ വേൾഡ് ബ്രാൻഡുകളിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു മോഡലാണിത്. നമുക്ക് അടുത്ത അൺബോക്സിങ്ങിലേക്ക് പോകാം. അടുത്ത അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഹോണ്ടയുടെ CBR 1000 RR ഫയർ ബ്ലേഡ് എന്ന മോഡലാണ്. സ്പെഷ്യൽ എഡിഷനാണ്. ഇത് 1:12 എന്നുള്ള സ്കെയിൽ മോഡലാണ്. ഇതും ഹോണ്ടയുടെ തന്നെ ലൈസൻസ്ഡ് ആയിട്ടുള്ള മോഡൽ തന്നെയാണ്. അടുത്തതായിട്ട് ഞാൻ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് കവാസാക്കിയുടെ Z900 RS എന്നുള്ള സ്കെയിൽ മോഡലാണ്. അതും 1:12 സ്കെയിൽ മോഡലാണ്. നല്ല പക്ക ഫിനിഷിങ്ങിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. സ്റ്റിക്കറിംഗ് ആണെങ്കിലും പെയിൻറ്റിങ് ഫിനിഷിംഗ് ആണെങ്കിലും നല്ല പക്ക ഫിനിഷിങ്ങിലാണ്. ഞാൻ ചെയ്യാൻ പോകുന്നത് BMWൻ്റെ S1000 RR എന്നുള്ള ഒരു സ്കെയിൽ മോഡലാണ്. ഇതും 1:12 ആണ്. അടുത്തതായി ഞാൻ കാണിക്കാൻ പോകുന്നത് സുസുക്കിയുടെ GSX R1000 എന്നുള്ള മോഡലാണ്. അത് എൻ്റെ മുൻ അൺബോക്സിംഗ് വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ്. ഇത് ഹോണ്ടയുടെ ഫയർ ബ്ലേഡ് 1000 RR സ്പെഷ്യൽ എഡിഷൻ. ഇത് 1:1 സ്കെയിൽ മോഡലാണ്. പക്ക ഫിനിഷിംഗ് ആണ്. ഓരോ മോഡലിനെയും ഭംഗി പ്രത്യേകം തന്നെ എടുത്ത് പറയേണ്ടതാണ്. അത്രയ്ക്ക് പെർഫെക്ഷനോടുകൂടിയാണ് ഇതിൻ്റെ ഓരോ മോഡലുകളും ചെയ്തു വച്ചിരിക്കുന്നത്. ഫ്രണ്ട്സ്, എൻ്റെ ഈ അൺബോക്സിംഗ് വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.